എല്ലാവർക്കും നമസ്കാരം. USSുമായി ബന്ധപ്പെട്ട മലയാളം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ തിരഞ്ഞെടുത്ത കുറച്ചധികം ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും തീർച്ചയായും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക. നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? നമ്മൾ കുറേ കവികളും അതോടൊപ്പം അവരുടെ തൂലികാനാമങ്ങൾ വിശേഷണങ്ങളൊക്കെ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഓപ്ഷൻ എ ഉള്ളൂർ, ബി വള്ളത്തോൾ, സി ONV, ഡി കുമാരനാശാൻ. ആരാണ് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി കുമാരനാശാൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയ്യപ്പ പണിക്കരുടെ കൃതി ഏതാണ്? 4 ഓപ്ഷനുകൾ. ആശാന്റെ സീതാകാവ്യം, ബി പൂച്ചയും ഷേക്സ്പിയറും, സി കരുണ, ഡി സ്പന്ദിക്കുന്ന അസ്ഥിമാടം. ഇതിൽ അയ്യപ്പ പണിക്കരുടെ കൃതി ഏതാണ്? ഓർത്തു വയ്ക്കുക, ഉത്തരം പൂച്ചയും ഷേക്സ്പിയറും. അടുത്ത ചോദ്യം, പ്രരോദനം എന്ന കൃതി കുമാരനാശാൻ ആരുടെ ദേഹവിയോഗത്തെ തുടർന്നാണ് എഴുതിയത്? പ്രരോദനം. ഓപ്ഷൻ എ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ബി AR രാജരാജവർമ്മ, സി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, ഡി O ചന്തുമേനോൻ. പ്രരോദനം എന്ന കൃതി കുമാരനാശാൻ ആരുടെ ദേഹവിയോഗത്തെ തുടർന്നാണ് എഴുതിയത്? ഉത്തരം AR രാജരാജവർമ്മ. നമ്മൾ കുറേ അധികം വീഡിയോകളിൽ ഈ ഒരു ചോദ്യം പരിചയപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആധുനിക കവിത്രയത്തിലും പ്രാചീന കവിത്രയത്തിലും ഉൾപ്പെടാത്തത് ആരാണ്? നമ്മൾ 2 തരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആധുനിക കവിത്രയം, അതോടൊപ്പം പ്രാചീന കവിത്രയം. ഇതിൽ 2ലും ഉൾപ്പെടാത്ത ഒരു വ്യക്തി താഴെ നൽകിയിട്ടുണ്ട്. ആരാണ് എന്നാണ് ചോദ്യം. നോക്കുക, 1 കുഞ്ചൻ നമ്പ്യാർ, ബി വള്ളത്തോൾ നാരായണമേനോൻ, സി G ശങ്കരക്കുറുപ്പ്, ഡി ചെറുശ്ശേരി. ആരാണ് അത്? ഉത്തരം ഇതാണ്, ഓർത്തു വയ്ക്കുക, G ശങ്കരക്കുറുപ്പ്. ദെൻ അടുത്ത ചോദ്യം, ഉത്തരാഖണ്ഡിൽ ഹിമാലയ പ്രാന്തങ്ങളിൽ ഗഡ്വാൾ പ്രദേശങ്ങളിലുള്ള പുരാതന ജനവിഭാഗം ഏതാണ്? 4 ഓപ്ഷനുകൾ. ഓപ്ഷൻ എ കുറിച്യർ, ബി കുറുമർ, സി പണിയർ, ഡി ഗഡ്വാളി. ഉത്തരാഖണ്ഡിൽ ഹിമാലയ പ്രാന്തങ്ങളിൽ ഗഡ്വാൾ പ്രദേശങ്ങളിലുള്ള പുരാതന ജനവിഭാഗമാണ് ഗഡ്വാളി. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, തത്വമസി ആരുടെ കൃതിയാണ്? തത്വമസി. ഓപ്ഷനുകൾ. ഓപ്ഷൻ എ സുകുമാർ അഴീക്കോട്, ബി തകഴി ശിവശങ്കരപ്പിള്ള, സി MT വാസുദേവൻ നായർ, ഡി MN കാരശ്ശേരി. തത്വമസി. ഉത്തരം സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോടിൻ്റെ കൃതിയാണ് തത്വമസി. അടുത്ത ചോദ്യം, അളകനന്ദയിലെ വെള്ളാരംകല്ലുകളിലെ സിംലയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ആ ഒരു ഭാഗം വായിച്ചവർക്ക് സിംലയെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അല്ലേ? ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഒരു പാഠഭാഗം എടുത്തിട്ടുള്ളത്? 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്, നോക്കുക. ഓപ്ഷൻ എ ശ്രീബുദ്ധ ചരിതം, ബി ഹിമവാന്റെ മുകൾ തട്ടിൽ, സി തത്വമസി, ഡി മാർത്താണ്ഡവർമ്മ. ഏതാണ് ഉത്തരം? അതെ, ഉത്തരം ഹിമവാന്റെ മുകൾ തട്ടിൽ. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ താഴെ പറയുന്ന ഏത് കാലത്താണ് സാധാരണയായി കണിക്കൊന്ന പൂക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ എന്ന ആ ഒരു പാഠഭാഗം അല്ലേ? ഇതിൽ ഏത് ഋതുവിലാണ് അല്ലെങ്കിൽ ഏത് കാലത്താണ് കണിക്കൊന്ന പൂക്കാറുള്ളത്? ഓപ്ഷനുകൾ. എ ശൈത്യകാലം, ബി വർഷകാലം, സി ഗ്രീഷ്മകാലം, ഡി വസന്തകാലം. ഏതാണ് ഉത്തരം? അതെ, വസന്തകാലത്താണ് കണിക്കൊന്ന പൂക്കാറുള്ളത്. അടുത്ത ചോദ്യം നോക്കുക, പേമാരി പോലെ ആ വാഗ്ധോരണി കോരിച്ചൊരിയുന്നതായിരുന്നു ഒരു വാക്യമാണ്. പ്രസംഗകലയുടെ ആചാര്യൻ എന്ന് വിശേഷിപ്പിച്ച സുകുമാർ അഴീക്കോട് ആരെക്കുറിച്ചാണ് മേൽപ്പറഞ്ഞ അഭിപ്രായ പ്രകടനം നടത്തിയത്?
ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ പ്രൊഫസർ MN കാരശ്ശേരി, ബി പ്രൊഫസർ S ഗുപ്തൻ നായർ, സി മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ഡി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. ആരെക്കുറിച്ചാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്? ഉത്തരം ഓർത്തു വയ്ക്കുക, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ്. ഓക്കെ, അടുത്ത ചോദ്യം, സിംലയിലെ കണ്ണുകളിലെ നക്ഷത്രത്തിളക്കം ആരുടെ ഓർമ്മകളുടെ തിരതള്ളലായിരുന്നു? ഓപ്ഷൻ എ ബാപ്പുജിയുടെ, ബി മാതാവിൻ്റെ, സി യാത്രികൻ്റെ, ഡി ബായിയുടെ. സിംലയുടെ കണ്ണുകളിലെ നക്ഷത്രത്തിളക്കം ആരുടെ ഓർമ്മകളുടെ തിരതള്ളലായിരുന്നു? ഉത്തരം ഭായിയുടെ. അടുത്ത ചോദ്യം, മികച്ച അഭിമുഖത്തിനു വേണ്ട ആദ്യ മുന്നൊരുക്കം എന്താണ്? മികച്ച അഭിമുഖത്തിന് വേണ്ട മുന്നൊരുക്കം എന്താണ്? ഓപ്ഷൻ എ വിഷയപഠനം, ബി അഭിമുഖം ചെയ്യുന്ന വ്യക്തിയുമായുള്ള മികച്ച മാനസിക സൗഹാർദ്ദാന്തരീക്ഷം, സി മികച്ച വസ്ത്രധാരണം, ഡി നിർദ്ദേശങ്ങൾ കൊടുക്കൽ. എന്താണ് മികച്ച അഭിമുഖത്തിന് വേണ്ട ആദ്യത്തെ മുന്നൊരുക്കം? ഓർത്തു വയ്ക്കുക, പ്രധാനമായും വേണ്ടത് അഭിമുഖം ചെയ്യുന്ന വ്യക്തിയുമായുള്ള മികച്ച മാനസിക സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഹരിതാഭകൾ പോയി മറഞ്ഞതും മഴയാൽ മൃദുശാഖകൾ ഒടിയുന്നതും വേനൽ തീക്കനലുകൾ പൊള്ളിക്കരിയുന്നതും കണിക്കൊന്നയ്ക്ക് വിഷമങ്ങളായി മാറാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ കർത്തവ്യ ബോധമുള്ളതുകൊണ്ട്, ബി ഇനി മഴ വരില്ലെന്ന പ്രതീക്ഷ കൊണ്ട്, സി കുട്ടികൾ തൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് വിചാരിച്ചിട്ട്, ഡി ലോകത്തോട് വിരക്തിയായിട്ട്. നമ്മൾ ആ ഒരു പാഠഭാഗത്ത് കൃത്യമായി പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം? ഉത്തരം ഇതാണ്, ഓപ്ഷൻ എ കർത്തവ്യബോധമുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇതുകൊണ്ടാണ് കണിക്കൊന്നയ്ക്ക് ഇതൊന്നും വിഷമങ്ങളായി മാറാത്തത്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, കൃതജ്ഞത പറയുന്നവന് ഹസ്തദാനം ചെയ്യുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. ഇത് ആരുടെ വാക്കുകളാണ്? കൃതജ്ഞത പറയുന്നവന് ഹസ്തദാനം ചെയ്യുന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. 4 ഓപ്ഷനുകൾ. ഓപ്ഷൻ എ MN കാരശ്ശേരി, ബി സുകുമാർ അഴീക്കോട്, സി S ഗുപ്തൻ നായർ, ഡി ലീലാവതി. ഏതാണ്? അതെ, ഉത്തരം സുകുമാർ അഴീക്കോട്. അടുത്ത ചോദ്യം, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. ഇത് ആരുടെ കൃതിയാണ്? ഓപ്ഷനുകൾ. ഓപ്ഷൻ എ മാർട്ടിൻ ലൂതർ കിങ്, ബി കാരശ്ശേരി, സി അഴീക്കോട്, ഡി ജി ശങ്കരക്കുറുപ്പ്. മാർട്ടിൻ ലൂതർ കിങ്, MN കാരശ്ശേരി, സുകുമാർ അഴീക്കോട്, ജി ശങ്കരക്കുറുപ്പ്. ഇതിൽ സുകുമാർ അഴീക്കോടിൻ്റെ കൃതിയാണ് ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന കൃതി. ചോദ്യം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി, എനിക്കാവതില്ലേ പല വർണ്ണമാകാൻ. നമ്മൾ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട വരികളാണ്. നിറം മാത്രമേ തന്നതുള്ളൂ വിധി, എനിക്കാവതില്ലേ പല വർണ്ണമാകാൻ. ഓപ്ഷനുകൾ. ഓപ്ഷൻ എ കുമാരനാശാൻ, ബി ജി ശങ്കരക്കുറുപ്പ്, സി അയ്യപ്പ പണിക്കർ. ആരാണ്? അതെ, ഉത്തരം അയ്യപ്പ പണിക്കർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വീഡിയോയിലെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.